പോലീസിനെ തടഞ്ഞ് ഡിവൈഎഫ്ഐയുടെ അതിക്രമവും അസഭ്യവർഷവും. നഗരൂർ SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെയാണ് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകൾ തകർത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാൻ പോയ പോലീസ് സംഘത്തിന് നേരെയായിരുന്നു അക്രമം. ദൃശ്യങ്ങൾ 24-ന്. ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. നിങ്ങൾ ആരെന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ അവിടെ ഇരുന്നോളാം. എവിടെയാണ് ഞാൻ ഇരുന്നോളാം? നിങ്ങളാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എനിക്ക് ജോലി കളിച്ചത്. എന്താ ജിബിൻ JB വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജിബിൻ, പോലീസിന് നേരെ തട്ടിക്കയറുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസിനും രക്ഷയില്ലേ? അസിത തന്നെയാണ്. കാരണം ഈ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നഗരൂർ വെള്ളല്ലൂർ മേഖലയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിനിടെ ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നഗരൂർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകുന്നതിന് വേണ്ടി നഗരൂർ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീടുകളിലേക്ക് എത്തിയത്. ഇതിൽ ആദ്യ 2 പേർക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പിന്നീട് ആ വീട്ടിൽ നിന്ന് 3ാമത്തെ ആളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഡിവൈഎഫ്ഐ സംഘം പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പോലീസിനോട് തട്ടിക്കയറുകയും അസഭ്യം വിളിക്കുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 6 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ പോലീസിനോട് റോഡ് മധ്യ വെച്ച് പോലീസ് സംഘത്തെ തടഞ്ഞു നിർത്തി പോലീസിനെ അസഭ്യം പറയുകയും ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിന്നാലെ ഇപ്പോൾ നഗരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് അവിടെ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇവർ പറയുന്നത് പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസിനെതിരെ ഇപ്പോൾ ഡിവൈഎഫ്ഐ നഗരൂർ പോലീസിൽ തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്ന SI ഉൾപ്പെടെ 2 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവർ പിരിഞ്ഞു പോകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത്. എന്തായാലും ഈ പ്രവർത്തകരെ നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ്. കാരണം പോലീസ് ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് സംഘം ഇവരുടെ വീടുകളിലേക്ക് എത്തിയത്. ആ യാത്ര വഴിയിൽ തന്നെയാണ് പോലീസിനെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും യൂണിഫോമിൽ ഉണ്ടായിരുന്ന SI, അതായത് കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാൻ എത്തിയ SI വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അസിത, ശരി. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.